നമസ്കാരം. ഞാനിന്ന് ചുമ മാറാനുള്ള ഒരു ഒറ്റമൂലി മരുന്നുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെ കാണണം. ഇതിനധികം മരുന്ന് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. 2-3 കൂട്ടം മരുന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ഇതെൻ്റെ അപ്പൂപ്പന്മാരുടെ കാലം മുതൽ അവരുണ്ടാക്കി കൊടുക്കുന്ന മരുന്നാണ്. ഇത് ആർക്കും പറഞ്ഞു പോലും കൊടുക്കത്തില്ല, അവരിത് ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ. വളരെ പ്രയോജനം ചെയ്യുന്നതാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒറ്റമൂലി മരുന്നാണ്. ഏത് വിട്ടുമാറാത്ത ചുമയും ഈ മരുന്ന് കഴിച്ചാൽ മാറുന്നതായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം മാത്രം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അത്ര പ്രയോജനപ്രദമായ ഒരു മരുന്നാണിത്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് പനങ്കൽക്കണ്ട്, പിന്നെ അതുപോലെ നാരങ്ങാ നീര്, പിന്നെ കുരുമുളക് പൊടി, ഈ 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇതെല്ലാം പൊടിച്ച് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ 3 കൂട്ടം ഐറ്റം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഈ പനങ്കൽക്കണ്ട് ഒരു 2-3 സ്പൂൺ, നമ്മളിപ്പോൾ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സ്വല്പമേ എടുക്കുന്നുള്ളൂ. 2-3 സ്പൂണ് പനങ്കൽക്കണ്ട് ഇട്ടതിന് ശേഷം അത് ചെറിയ തീയിൽ ഇതാകും. സാധാരണ നമ്മൾ ഈ നാരങ്ങ നീരൊന്നും അങ്ങനെ ചൂടാക്കി അടുപ്പ് വെച്ച് എടുക്കാറില്ല. പക്ഷേ ഇതിനകത്ത് ഈ നാരങ്ങ നീരിൽ വേണം ഇത് ഉരുകിച്ചേരാനായിട്ട്, പാകമായിട്ട് വരാനായിട്ട്. ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ നാരങ്ങ നീരിനകത്ത് ചെറിയ തീയിൽ ഇത് പിന്നെ ഇടുക്കി ഒരു പിന്നെ അരിയുന്നതിന് വേണ്ടിയാണ് ഈ പനങ്കൽക്കണ്ട് ഞാൻ പൊടിച്ചെടുത്തത്. പനങ്കൽക്കണ്ട് എടുത്ത് പൊടിച്ച് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഉരുകി ഇടാൻ ഒത്തിരി താമസം വരും. എന്നിട്ട് നല്ലതുപോലെ പിന്നെ ഉരുകി ഒട്ടൊന്ന് മുതലാകരുത്, ഒരൊട്ടൊന്ന് പരുവാകുമ്പോഴേക്കും ഇങ്ങനെ പല പോലാവുന്ന, അധികമായി അങ്ങ് കട്ടിയാകരുത്. ഇങ്ങനെ ആവുന്ന സമയത്ത് ഈ പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. ഈ ഒരു പരുവാണ്, എളുപ്പമാണ്, ഒരു ലേഹ്യം പോലെ ഇരിക്കും. എന്നിട്ട് ഇതിനകത്തൊരു 1-1.5 സ്പൂണ് ഈ അളവ് അതും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒരു ലേഹ്യം പരുവാണ്. വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഒരൊറ്റമൂലി മരുന്നാണ്, 100% പ്രയോജനമുള്ളതാണ്. എത്ര പഴകിയ ചുമയും ഈ മരുന്ന് മാറുന്നതായിരിക്കും. ഞങ്ങളുടെയൊക്കെ വീട്ടിലെപ്പോഴും ഇത് സ്റ്റോക്കാണ്. ചുമ്മാതൊന്നും പിള്ളേർ ചുമച്ചാൽ പോലും ഈ മരുന്ന് ഞങ്ങൾ കൊടുക്കുന്ന, അല്ല ഞങ്ങൾ വേറെ ഒരു ടോണിക്കും ഒന്നും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കത്തില്ല. പനി വരുമ്പോഴേ ഞങ്ങൾ ഈ മരുന്ന് ഉണ്ടാക്കി വെക്കും. അത് കറക്റ്റ് ഈ ഒരു പരുവ്. ഇത്തിരി ആയാലും അങ്ങ് കട്ടിയായിരിക്കും. ഇത് ഓഫാക്കി തണുപ്പിച്ചൊരു കൊച്ചു ഡപ്പയിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ശകലിച്ച വീതം ചുമ വരുന്ന സമയത്ത് കഴിക്കുക. എത്ര പഴകിയ ചുമയും